പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവയ്ക്ക കൊണ്ട് നല്ല കിടിലൊരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. പാവയ്ക്ക ആയതുകൊണ്ട് കയ്പ്പ്, അതുകൊണ്ട് ആരും അങ്ങനെ കഴിക്കാറുമില്ല, ഉപയോഗിക്കാറില്ല അല്ലേ. ചിലർക്കൊക്കെ ഒട്ടുമേ ഇഷ്ടമല്ല. എന്നാൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒട്ടും കയ്പ്പും കാണത്തില്ല, എല്ലാവരും കഴിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ പാവയ്ക്ക എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും അതുപോലെ കുറച്ച് ചുമന്നുള്ളി, ഞാനൊരു 8-10 ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഹോൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാവയ്ക്ക റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പം ഒരുപാട് മുറ്റി പോകാത്ത, അല്ലെങ്കിൽ കുരു ഒത്തിരി ഇങ്ങനെ വിളഞ്ഞു പോകാത്ത പാവയ്ക്കാണെങ്കിൽ ആ കുരുവോട് കൂടി തന്നെ നമുക്ക് എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് മുറ്റിപ്പോയതാണെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇളക്കാനൊക്കെ ഇച്ചിരി പാടായിപ്പോയി കേട്ടോ, ഞാൻ ഇടയ്ക്ക് അതുകൊണ്ട് ആ പാത്രം ഒന്ന് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുങ്ങിയിരിക്കുമ്പോൾ ഒരുപാട് ഇതാകുമ്പോഴത്തേനും ഒത്തിരി ഞാൻ കുഴഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം, മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകം പൊടിച്ചതാണ് വേണ്ടത്, അത് ചേർത്ത് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒട്ടും തന്നെ കയ്പ്പ് കാണത്തുമില്ല, നല്ല മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കുക. അതൊന്ന് നല്ലപോലെ ഒന്ന് കുതിർത്ത് ആ പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് വെച്ച് ഇതുപോലെ നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാത്രം എനിക്ക് ഇതെല്ലാം കിട്ടിയില്ല കേട്ടോ, കളയുമായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു പാനിലേക്ക് തന്നെ മാറ്റിയതാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ട്രൈ ആയി വരണം. അപ്പോൾ ഒട്ടും കയ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാവയ്ക്ക റോസ്റ്റ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് കഴിക്കാത്തവരും കഴിക്കും കേട്ടോ, അത്ര നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒരുപാട് സന്തോഷം, ഒത്തിരി സ്നേഹം, നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം നന്ദിയുണ്ട്. അപ്പോൾ നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.